ഇന്നത്തെ കേസ് സുനീറിന് 29 വയസ്സ് പ്രായം. സുനീറിൻ്റെ ഉമ്മ സഹോദരിയുണ്ട്. സുനീർ രാത്രി 2:30 വരെ ഭാര്യയോട് സംസാരിച്ചതിന് റെക്കോർഡഡ് എവിഡൻസ് ഉണ്ട്. അതിനുശേഷം അവൻ ഒരു സൂയിസൈഡ് നോട്ട് പോലെ അവൻ്റെ അവസാന നോട്ട് എഴുതുന്നുണ്ട്. എനിക്ക് വയ്യ ഉമ്മ, ഞാൻ നിർത്തുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ 2:45 ആത്മഹത്യ ചെയ്യുകയാണ്. ഞങ്ങൾ ഫ്രം പില്ലർ ടു പോസ്റ്റ് ഇറങ്ങി നടന്നു. DGPയെ കണ്ടു, സുനീറിൻ്റെ ഉമ്മയെ കൊണ്ട് ഞാൻ തന്നെ പോയി. അവസാനം മാസങ്ങൾ മെനക്കെട്ട് പരാതി എടുപ്പിച്ചു. ആ പെൺകുട്ടി എന്ത് ചെയ്യുമെന്നറിയോ? ആ പെൺകുട്ടിയുടെ അഡ്വക്കേറ്റ് ഇവർക്കെതിരെ 26 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് പറഞ്ഞ് ഇവർക്കെതിരെ കൊടുത്തു. അപ്പം കൊടുക്കുക മാത്രമല്ല, ഇവരുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തു. സുനീറിനൊരു വണ്ടി ഉണ്ടായിരുന്നു, ആ വണ്ടി അറ്റാച്ച് ചെയ്തു. അത് പോലീസുകാരൻ്റെയോ കോടതിയുടെയോ തെറ്റല്ല. നമ്മുടെ നിയമ സംവിധാനം നീങ്ങണമെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീ കൊടുക്കുകയാണെങ്കിൽ അതിനൊരു മൂവ്മെൻറ്റ് കിട്ടും. ഞാൻ വെറുതെ തെളിവായിട്ട് ചോദിക്കാം. ഉമ്മൻചാണ്ടി സാറിനെതിരെ ആ സ്ത്രീ 164 അടക്കം അവർ കൊടുത്തില്ലേ? കള്ളപ്പരാതിയാണെന്ന് തെളിഞ്ഞല്ലോ, എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായോ? നിവിൻ പോളി ഏറ്റവും ക്ലാസിക് കേസ്. നിവിൻ്റെ ഭാഗ്യത്തിന് കൊച്ചിയിലായിരുന്നു. നിവിൻ പോളി ദുബായ് വെച്ച് തന്നെ റേപ്പ് ചെയ്തു എന്നൊരു പെൺകുട്ടി പറഞ്ഞു. നിവിൻ പരാതി കൊടുത്തു DGPക്ക്, എനിക്കെതിരെ ഗൂഢാലോചന നടക്കുകയാണ്. ആ പെൺകുട്ടിക്കെതിരെ FIR ഇട്ട് അറസ്റ്റ് ചെയ്യുക എന്തെങ്കിലും സംഭവിച്ചു? ഒന്നുമില്ല. അതെന്താ അങ്ങനെ? അത് കാര്യം പോലീസുകാർക്കും എന്തിന് നമ്മളായിട്ട് മെനക്കെടുന്നത് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റാണ്. അപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇക്വാളിറ്റി അല്ല, സെൻസ് ഓഫ് ബാലൻസ്. പുരുഷനും കൂടി ഒരു ഫൈറ്റിംഗ് സ്പേസ്. അങ്ങനെ എല്ലാ ദിവസവും വിളിച്ച് കരയുന്ന ഒരുപാട് പേരുടെ കരച്ചിൽ സ്ഥിരം കേൾക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ.